സ്പൈസി ടെയിലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ചിക്കൻ്റെ ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയാൽ ഏറ്റവും അധികം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇതാണ് ചിക്കൻ ടിക്ക മസാല. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് വീട്ടിലെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. ഇത് ബോൺലെസ് ചിക്കനാണ്, 600 ഗ്രാമോളം ഉണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കട്ട തൈരാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ചെറിയ നാരങ്ങയുടെ നീരാണ് ആഡ് ചെയ്യുന്നത്. കുരുവില്ലാതെ നീര് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ്. അതിനുശേഷം ആഡ് ചെയ്യുന്നത് ചില്ലി പൗഡറാണ്. അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വരും. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് ജീരകം പൗഡറാണ്. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുളക് പൊടി കുറച്ചുകൂടെ ആവശ്യമെന്ന് തോന്നി. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ കൂടി മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനുശേഷം അധികം ഓയിലൊന്നും ആഡ് ചെയ്യാതെ നമ്മളൊരു ഗ്രിൽ പാനിലാണ് ഇതൊന്ന് മൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനെല്ലാം നമുക്ക് ഈ ഗ്രിൽ പാനിലൊന്ന് നിരത്തി കൊടുക്കാം. കുറച്ചൊരു ഓയിൽ വേണമെങ്കിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം, പക്ഷെ ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്ലെയിം വളരെ സിമ്മാക്കിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചൂടായി കിടക്കുന്ന കടായിലേക്ക് ആഡ് ചെയ്തു. അതിലേക്ക് 3 മീഡിയം സൈസ് സവാളയുടെ പേസ്റ്റാണ് ഇപ്പോൾ ആഡ് ചെയ്തത്. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കന് ഒന്ന് മറച്ചിടാനായിട്ട് ആയിട്ടുണ്ട്. നമുക്കെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും ഒരുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇത് ബോൺലെസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആവും. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം ഉള്ളിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഞാൻ അടുത്തതായിട്ട് ആഡ് ചെയ്തത് ടൊമാറ്റോ പേസ്റ്റാണ്. ഇതൊരു 1.5 ടൊമാറ്റോ നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്ത പേസ്റ്റാണ്. അതൊന്ന് ആഡ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് എണ്ണ തെളിയാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ആഡ് ചെയ്യാം. ഇത് കുറച്ചൊക്കെ ഒരു സ്പൈസി ഡിഷ് തന്നെയാണ് കേട്ടോ. അതിനുശേഷം 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് മല്ലിപ്പൊടിയാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ജീരകം പൗഡറും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ കുറച്ചുകൂടെ മുളക് പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എരിവ് തീരെ ഇല്ലായിരുന്നു, ഇത് കാശ്മീരി ചില്ലി ആയത് കാരണം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഗ്രേവി ഏകദേശം തിളച്ച് വരുമ്പോൾ നമ്മളുടെ
ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഓയിലൊന്നും അല്ല ചിക്കൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കസൂരി മേത്തിയാണ്. 1 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് വേണ്ട മല്ലിയിലയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മളുടെ ഡിഷ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും പ്ലെയിൻ റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനായി പോകുന്ന ഒരു ഡിഷാണ്. എല്ലാ ഫ്രണ്ട്സും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.